ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഒരുപാട് സംശയങ്ങൾ ബാക്കി നിർത്തിയൊരു വാർത്താ സമ്മേളനമാണ് യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിൻ്റെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് തോന്നിയത്. രാഷ്ട്രീയം നിങ്ങളൊരു തൊഴിലാക്കരുത്, സ്വന്തമായി എന്തെങ്കിലും ജോലിയോ ബിസിനസ്സോ ചെയ്യണം എന്ന് പറഞ്ഞാണ് ഫിറോസിൻ്റെ വാർത്താ സമ്മേളനം ഇന്ന് തീർന്നത്. പക്ഷേ അദ്ദേഹം ഉത്തരം പറയേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ ബാക്കിയായിരുന്നു. കെ ടി ജലീൽ 4 പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് ഫിറോസിനെതിരെ ഉന്നയിച്ചത്. ഒന്ന്, ഇദ്ദേഹത്തിന് കേരളത്തിൽ 2 ഇടത്ത് യമ്മി ഫ്രൈഡ് ചിക്കൻ്റെ ഔട്ട്ലെറ്റുകളുണ്ട്. 2, ഇദ്ദേഹത്തിന് വിദേശത്ത് ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായി ഇദ്ദേഹം ജോലി ചെയ്യുന്നുണ്ട്. 3, തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നും വളരെ വലിയ കടമുണ്ടെന്നും നിസ്സാര വരുമാനമേ ഉള്ളൂ എന്നും പറഞ്ഞു. 4, യൂത്ത് ലീഗിൻ്റെ ധോത്തി ചാലഞ്ചിൽ 700 രൂപയ്ക്ക് വാങ്ങിച്ചു എന്ന് പറയുന്ന മുണ്ടിന് വെറും 200 രൂപയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ വളരെ സ്പെസിഫിക്കായി പല ദിവസങ്ങളായി ഫേസ്ബുക്കിലും അല്ലാതെയുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളോടും അദ്ദേഹം ഈ കാര്യം വിശദമായി സംസാരിച്ചു. ആദ്യം സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ പി കെ ഫിറോസ് എന്തായാലും ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയത് നല്ല കാര്യം. ആദ്യത്തെ പ്രശ്നം, എനിക്ക് 2 കടകളുണ്ട്, അതിനെന്താ കുഴപ്പം എന്നുള്ളതാണ് പി കെ ഫിറോസ് ചോദിച്ചത്. അതിനൊരു കുഴപ്പവുമില്ല. പക്ഷേ ചോദ്യം അടുത്തുണ്ടായി, എന്തുകൊണ്ട് പി കെ ഫിറോസ് ഈ കാര്യം ഇതുവരെ ആരോടും പറഞ്ഞില്ല, അത് പരസ്യമായി പറയുന്നില്ല? അത് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ലേ, അത് ആളുകൾ കേട്ടാൽ എന്തായിരിക്കും പ്രശ്നം? ശരി, അപ്പോൾ കട നിങ്ങളുടെ പേരിലാണോ? അത് തിരുനാവായക്കാരനായ മുഹമ്മദ് അഷ്റഫാണ് കൊപ്പത്തുള്ള കടയുടെ ആൾ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് കട. അപ്പോൾ ഹൈലൈറ്റ് മാളിലെയോ അത് വേറൊരാളുടെ പേരിലാണ്. പിന്നെ നിങ്ങൾ തമ്മിലെന്താ? ഞങ്ങൾ പാർട്ട്നേഴ്സാണ്. അപ്പോൾ അതെങ്ങനെയാണ്? ഈ കടയുടെ സാധനങ്ങളെല്ലാം വേറെ ആളുകളുടെ പേരിലാണ്, പി കെ ഫിറോസ് പക്ഷേ കടയുടെ ഉടമസ്ഥനാണ്, പാർട്ട്നേഴ്സാണ്. ഇങ്ങനെ സംശയത്തിൽ നിർത്തിക്കൊണ്ടാണ് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആ വിഷയം കടന്നുപോയത്. ഇങ്ങനൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർഷിപ്പിൻ്റെ കടലാസ് പുറത്ത് കാണിക്കാൻ പി കെ ഫിറോസ് എന്ന രാഷ്ട്രീയ പ്രവർത്തന ഉത്തരവാദിത്തമുണ്ട്. ഒരു സാധാരണ കച്ചവടക്കാരനാണെങ്കിൽ അതില്ല. പക്ഷേ പി കെ ഫിറോസ് 10 വർഷമായി കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങൾക്ക് ഈ കടയിൽ പാർട്ട്ണർഷിപ്പ്, ഇതൊരു ചെറിയ കടയോ വലിയ കടയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ കടയിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വേറെയാണെങ്കിലും ഞാനും കൂടെ പാർട്ട്ണറാണെന്നും ഞാൻ ഇതുവരെ പറയാത്തത് ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഉത്തരവാദിത്വം ജനങ്ങളോടാണ്, അതുകൊണ്ട് നിങ്ങൾ ആ പറയണമായിരുന്നു. എന്താണ് ആ ബന്ധം എന്ന് പറയണം. അത് അദ്ദേഹം പറഞ്ഞില്ല. രണ്ടാമത്തെ ആരോപണം, വിദേശത്ത് നിങ്ങൾക്ക് ജോലിയുണ്ട്, നിങ്ങൾ ഒരു കമ്പനിയിലെ സെയിൽസ് മാനേജറാണ്. അപ്പോൾ പി കെ ഫിറോസ് പറയുന്നു, അതെ ഞാൻ പാർട്ട് ടൈം സെയിൽസ് മാനേജറാണ്. ഓ ശരി, എത്രയാണ് ശമ്പളം? അത് കെ ടി ജലീൽ പറയുന്നു 22,000 ദിർഹം. അത് 2019 കണക്ക് വെച്ച് നോക്കിയാലും ഇപ്പോഴത്തെ കണക്ക് വെച്ച് നോക്കിയാലും അത് ഏതാണ്ട് 5-5.25 ലക്ഷം രൂപ വരും ഒരു മാസം. അപ്പോൾ ജലീലിൻ്റെ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണം, ഇയാൾക്ക് ഇത്രയും രൂപ ശമ്പളമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് 2021 സത്യവാങ്മൂലത്തിൽ ഇദ്ദേഹം പറയുന്നത് 2020-21 വർഷം, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പത്തെ വർഷം എൻ്റെ വരുമാനം 4 ലക്ഷം രൂപയ്ക്ക് താഴെയാണെന്നാണ്. കടം എത്രയാണ്? കടം 47 ലക്ഷത്തിൽ ചില്ലുവാൻ രൂപ എനിക്ക് കടവുമുണ്ട്. ജലീൽ വാർത്താ സമ്മേളനത്തിൽ വിശദാംശങ്ങളടക്കം പറയുന്നു. ഇദ്ദേഹം വിദേശത്ത് ജോബ് കാർഡ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് 2018 മുതൽ 2020 വരെ, 2022 മുതൽ 24 വരെ, ഇപ്പോൾ 2024 മുതൽ 26 വരെ. ഇതിനിടയ്ക്കുള്ള 2 വർഷത്തെ വിൻഡോ പീരീഡ്, അത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ജോബ് കാർഡ് ഉണ്ടെന്നെങ്ങാനും പറഞ്ഞാൽ, NRI സ്റ്റാറ്റസ് ഉണ്ടെന്നെങ്ങാനും പറഞ്ഞാൽ അത് പ്രശ്നമാകുമോ എന്ന് വിചാരിച്ച് അദ്ദേഹം അത് വേണ്ടാന്ന് വെച്ചതാണ്. ഇത്രയും കാര്യങ്ങൾ വളരെ വെടിപ്പായി അദ്ദേഹം പറയുകയും അതിൻ്റെ രേഖ അദ്ദേഹം വിതരണം ചെയ്യുകയും ചെയ്തതാണ്. അതിന് മറുപടി വേണ്ടേ? നിങ്ങളുടെ വരുമാനം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഒരു വ്യക്തി നിങ്ങളുടെ വരുമാനം പറയണമെന്നില്ലെന്നേ, പക്ഷേ നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയ നേതാവാണ്. നിങ്ങളുടെ ശമ്പളം എത്രയാണെന്ന് ചോദിച്ചാൽ പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. കേരളത്തിൽ ഇതിനു മുമ്പ് ഒരുപാട് ആളുകളോട്, ഒരുപാട് രാഷ്ട്രീയ നേതാക്കളോട് മാധ്യമങ്ങളും ജനങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എനിക്കിങ്ങനത്തെ യാതൊരു ബിസിനസ്സും ഇല്ല, ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. പി കെ ഫിറോസിന് എന്തായാലും ഈ വിഷയത്തിൽ പി കെ ഫിറോസിന് ജോബ് കാർഡ് ഒരു തെളിവായതുകൊണ്ട് പി കെ ഫിറോസിന് അതിന് പുറകോട്ട് പോകാൻ പറ്റുമായിരുന്നില്ല. അല്ലാതെ ആ ജോബ് കാർഡ് ഉണ്ടെന്ന് പി കെ ഫിറോസ് സ്വയമായും തെളിയിക്കുകയായിരുന്നില്ല. അപ്പോൾ വിഷയത്തിൽ പി കെ ഫിറോസിന് എങ്ങനെയാണ് 2018 മുതൽ 2020 വരെ ജോബ് കാർഡ് ഉണ്ടായിരിക്കുകയും പി കെ ഫിറോസ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയും ആ കമ്പനിയിൽ അദ്ദേഹത്തിന് 22,000 ദിർഹം 5.25 ലക്ഷം രൂപ വെച്ച് ഓരോ മാസവും ശമ്പളം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് പി കെ ഫിറോസെ നിങ്ങൾ 2021 തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ എൻ്റെ വരുമാനം 2020-21 വർഷത്തെ വരുമാനം 4 ലക്ഷം രൂപയിൽ താഴെയാണെന്ന് പറയുക? അടുത്ത ആരോപണം, ഈ കമ്പനിയിൽ വെറും 3 പേരേ ഉള്ളൂ കേട്ടോ. ഒന്ന് സെയിൽസ് മാനേജർ, ഒന്ന് പർച്ചേസ് മാനേജർ, ഒന്ന് പിന്നെ ഫ്ലോർ മാനേജറോ എന്തോ ഒരു മാനേജർ, അങ്ങനെ 3 മാനേജറേ ഉള്ളൂ. അപ്പോൾ ചോദിക്കുന്ന തൂപ്പുകാരില്ലേ, ക്ലർക്കില്ലേ, അങ്ങനെ ആരുമില്ല. ഇതെന്തൊരു കമ്പനിയാണ്? ഈ കമ്പനി എവിടെയാണ് പ്രവർത്തിക്കുന്നത്? കമ്പനിയുടെ പേരെന്താ? ഇതൊന്നും പറയാൻ പറ്റില്ല.
കമ്പനിയുടെ പേര് പറയില്ല, എവിടെയാണ് പ്രവർത്തിക്കുന്നത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് 3 പേരുള്ളത്? അത് ജോബ് കാർഡ് അനുസരിച്ച് പുതിയ കമ്പനിയൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ആളുകൾ എടുക്കണമെങ്കിൽ കുറേ സമയമെടുക്കും. അപ്പോൾ അത്രയും നേരം ഈ കമ്പനി എങ്ങനെയാണ് പോയത്? ഈ കമ്പനി എന്താ ചെയ്യുന്നത്? അത് ഫുഡ് എക്സ്പോർട്ട് ബിസിനസ്സാണ് ചെയ്യുന്നത്. എവിടെയാണ്? അത് പറയാനാവില്ല. ഇത് വല്ലാത്ത വിചിത്രമായ ഒരു ന്യായമാണ്. നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെന്ന് സമ്മതിക്കുക, നിങ്ങൾ ആ കമ്പനിയിലെ ജോലിക്കാരനാണെന്ന് സമ്മതിക്കുക, എന്നിട്ട് പറയുക അതിൻ്റെ ഒരു വിശദാംശങ്ങളും എനിക്ക് പുറത്ത് പറയാനാവില്ല, എൻ്റെ വരുമാനം പോലും പുറത്ത് പറയാനാവില്ല. നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റ് അതിന് കോൺട്രറിയായി നിൽക്കുകയും ചെയ്യുന്നു. ഇനി ഒരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. കേരള ചരിത്രത്തിലെ ആദ്യത്തെ നേതാവായിരിക്കും, ഇവിടെ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനും വിദേശത്ത് ഒരു കമ്പനിയിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയും ചെയ്യുന്ന പി കെ ഫിറോസ്. അങ്ങനെ ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് ആരെ പറ്റിക്കാനാണ്? ഇത് പി കെ ഫിറോസ് എന്ന് പറയുന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിദേശത്തെ ഒരു കമ്പനിയിൽ പാർട്ട് ടൈം സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല. എനിക്കതിന് ഒരു തെളിവും വേണ്ട. പി കെ ഫിറോസ് അത് തെളിവ് കൊണ്ടുവരികയും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ പറഞ്ഞു തുടങ്ങിയാൽ അത് കുറച്ച് വൃത്തിയായും വെടുപ്പായും പറയണം. എന്താണ് ബിസിനസ്, എന്താണ് പരിപാടി, ഈ കമ്പനിക്ക് ഇത്രയും ലാഭമുണ്ടോ? വിദേശത്തെ ജോലിയുള്ളവർക്കറിയാം, ദുബൈയിൽ 22,000 ദിർഹം ആണ് വരുമാനം എന്ന് പറഞ്ഞാൽ ചില്ലറ വരുമാനമൊന്നുമല്ല. 5-5.5 ലക്ഷം രൂപ ഒരു മാസം കിട്ടുകയാണ്. അത് പാർട്ട് ടൈം സെയിൽസ് മാനേജർ. ഇവിടെ മുഴുവൻ സമയവും ഒരു ദിവസം 1500 മുതൽ 2000 ലിറ്റർ വരെ രൂപ വരെ പെട്രോൾ അടിക്കാൻ എനിക്ക് ചിലവാകുമെന്ന് പറഞ്ഞ പി കെ ഫിറോസ് ഇതിനിടയ്ക്ക് എപ്പോഴോ ഇരുന്ന് ഏതോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയാണ്. അതും നമ്മൾ വിശ്വസിക്കണം. പക്ഷേ അതിന് കടലാസ് കാണിക്കണം. ഇനി ഏറ്റവും അവസാനത്തേത്, ഇദ്ദേഹത്തിൻ്റെ സംഘടന ഒരു ധോത്തി ചലഞ്ച് നടത്തി. ആ ധോത്തി ചലഞ്ചിൽ 700 രൂപയുടെ മുണ്ട് കീറിപ്പോയതും നമുക്ക് നിറം ഇളകിപ്പോയെന്നും വളരെ വലിയ ആരോപണമാണ്. അത് 200 രൂപയേ ഉള്ളൂ എന്ന് കെ ടി ജലീലും ബാക്കി പലരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയാണ് 3 വർഷം പഴയ ധോത്തി ചലഞ്ചാണ്. ഈ ധോത്തി ചലഞ്ചിനെ കൊണ്ടുവന്ന് അദ്ദേഹം ധോത്തി ഒരു ദിവസം നിലമ്പൂർ പത്രസമ്മേളനത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, അതോ മലപ്പുറത്തോ, മുണ്ട് കാണിച്ചു. ആ മുണ്ട് ഇപ്പോഴും കീറിയിട്ടില്ല. സാറേ, അതല്ല ചോദ്യം. നിങ്ങളോട് ചോദിച്ച ചോദ്യം, ഈ മുണ്ട് വാങ്ങിച്ചത് 700 രൂപയ്ക്കാണോ 200 രൂപയ്ക്കാണോ? അതിനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം കാണിക്കേണ്ടത് അതിൻ്റെ ബില്ല് കാണിക്കുകയാണ്. ഇത്രയും രൂപയുടെ ബില്ല്. അത് ചെറിയ പൈസക്കല്ല, ലക്ഷക്കണക്കിന് രൂപയുടെ ലക്ഷക്കണക്കിന് മുണ്ടുകളാണ് വാങ്ങിച്ചത്. അത്രയും മുണ്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ ബില്ലാണ് ചോദിച്ചത്. ആ ബില്ലുമില്ല. ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾ വിദേശത്ത് ഇത്രയും രൂപ നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ഇതിന് ടാക്സ് അടച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് NRI സ്റ്റാറ്റസ് ഉണ്ടോ? അതോ നിങ്ങൾ വല്ലപ്പോഴും ഗൾഫിൽ പോകുന്ന ആളായതുകൊണ്ട് ആ തുക നിങ്ങൾ ഇവിടെ ടാക്സ് അടയ്ക്കേണ്ട ആളാണ്, അത് അടച്ചിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും പറയാതെ ഞാൻ ഒരു ബിസിനസ് നടത്തുന്നത് എന്തോ വലിയ കാര്യമാണ്. സത്യത്തിൽ വലിയ കാര്യമാണ്. രാഷ്ട്രീയ പ്രവർത്തകൻ ജോലി ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് പറയാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്, അങ്ങനെ ചെയ്യുകയും വേണം. പക്ഷേ ചോദ്യങ്ങൾക്ക് എൻ്റെ ബിസിനസ് എന്താണ്, എൻ്റെ ജോലി എന്താണ്? അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു. എനിക്ക് കാനഡയിൽ, അമേരിക്കയിൽ, പിന്നെ UK ഒക്കെ എനിക്ക് വിസയുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ എല്ലാം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. ജോബ് വിസ അല്ലല്ലോ. അല്ല, ഇവിടെ എല്ലാം എനിക്ക് ബിസിനസ് ഉണ്ട്. ഇവിടെ എല്ലാം എനിക്ക് ബിസിനസ് ഉണ്ടെന്നോ? ഇവിടെ എല്ലാം എനിക്ക് ബിസിനസ്, ഞാൻ ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. ഇവിടെ എല്ലാം ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കണേ, കേരളത്തിൽ 2 ചിക്കൻ കട, വിദേശത്ത് 5 രാജ്യങ്ങളിൽ ബിസിനസ്, UK-യിൽ ജോലി, പാർട്ട് ടൈം സെയിൽസ് മാനേജർ. ഇതൊന്നും കൂടാതെ കേരളത്തിലൊരു പ്രധാനപ്പെട്ട യുവജന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ 10 വർഷമായി. നമിക്കണം ഈ ഒരു ഊർജ്ജത്തെ, ഈ ഊർജ്ജ സ്രോതസ്സിനെ. എങ്ങനെയാണ് ഇതെല്ലാം പറ്റുന്നതെന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് ക്ലാസ് എടുത്ത് പഠിക്കേണ്ടതാണ്. ഹാർവാർഡിലോ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ IIM-ലോ ഒക്കെ അദ്ദേഹത്തെ ക്ലാസ് എടുക്കാൻ വിളിക്കണം. പക്ഷേ അതിനു മുമ്പ് പി കെ ഫിറോസ് പറഞ്ഞൊഴിയാൻ പറ്റില്ല. വളരെ വ്യക്തമായി വെടുപ്പായി ചോദ്യങ്ങൾ താങ്കളുടെ മുമ്പിലുണ്ട്. താങ്കൾക്ക് എത്രയാണ് വരുമാനം? ആ വരുമാനം താങ്കൾ ടാക്സ് അടച്ചിട്ടുണ്ടോ? അങ്ങനെ വലിയ വരുമാനം 2018 മുതൽ ജോബ് കാർഡ് അനുസരിച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് 2021 നിങ്ങൾക്ക് 4 ലക്ഷം രൂപയെ വരുമാനമുള്ളൂ എന്ന് പറഞ്ഞത്? പിന്നെ ഇത്രയും ബിസിനസ്സും കേരളത്തിലകത്ത് 2 ചിക്കൻ ഔട്ട്ലെറ്റുകളും പിന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം, എല്ലാം കൂടെ എങ്ങനെയാണ് സാധിക്കുന്നത്? അതോ ഇത് പൈസ വെളുപ്പിക്കാനായി റിവേഴ്സ് ഹവാല മുതലായ പല ആരോപണങ്ങളുമുണ്ട്, അതിൻ്റെ പേരിലുള്ളതാണോ? ശ്രീ പി കെ ഫിറോസ്, ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ ഈ കാര്യം സംശയലേശമന്യെ തെളിയിച്ചില്ലെങ്കിൽ, ഇതിൻ്റെ രേഖകൾ മുഴുവൻ പൊതുജനമധ്യത്തിൽ വെച്ചില്ലെങ്കിൽ, ഒരു കാരണവശാലും രാഷ്ട്രീയം ഉപജീവനമാക്കരുത്, എല്ലാവരും, എല്ലാ രാഷ്ട്രീയക്കാരും തൊഴിലെടുത്തും ബിസിനസ് ചെയ്തും ജീവിക്കണം എന്ന് പറയുന്ന ഗിരിപ്രഭാഷണം ഒരു കുഞ്ഞു പോലും വിശ്വസിക്കില്ല. താങ്കളെ അഴിമതിക്കാരനായി ജനം മുദ്രകുത്തും. അധികം സമയമില്ല. അതുകൊണ്ട് ഇത് ആര് പറഞ്ഞു? നിങ്ങൾ തമ്മിലുള്ള വിരോധം എന്താണ്? കെ ടി ജലീലിൻ്റെ ഭാഗത്ത് പൂർണ്ണമായും ശരിയാണോ? ഇതൊന്നും എൻ്റെയോ കേരളത്തിലെ ജനങ്ങളുടെയോ വിഷയമല്ല. ചോദ്യങ്ങളാണ് പ്രധാനം. അതിന് താങ്കൾ ഇന്ന്
ഒട്ടും അല്ലാത്ത ഉത്തരമാണ് പറഞ്ഞത്. താങ്കൾ സംശയമുനയിലാണ്. Meet the editors.